ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ചിക്കൻ കടായിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മസാല പുരട്ടാം. അതിന് വേണ്ടിയിട്ട് പൊടികൾ ചേർക്കണം കേട്ടോ. അത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ എത്ര ചിക്കൻ എടുക്കണം അതിനനുസരിച്ച് പൊടികൾ എടുക്കുക കേട്ടോ. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചിക്കനായിട്ട് ഈ പൊടികളൊന്ന് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, പെരുംജീരകം എന്നിവ ചേർത്തിട്ടാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചതച്ചെടുക്കാൻ മതി. പല പോർഷൻസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 80% ഫ്രൈ ചെയ്താൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പോർഷൻസായിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി സവാള വാട്ടിയെടുക്കുന്നത്. അധികം എണ്ണ യൂസ് ചെയ്യാത്തത് കൊണ്ട് എണ്ണ എടുത്ത് വയ്ക്കേണ്ടതെന്ന് വന്നിട്ടില്ല. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ചേർത്തിട്ട് തക്കാളിയും കൂടെ യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ യോജിപ്പിച്ചെടുക്കാം. വിറകടുപ്പിലാണ് കേട്ടോ പരിപാടി. അതാണ് ഇടയ്ക്ക് പുകയൊക്കെ കാണുന്നത്. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൽ മല്ലിച്ചപ്പ് പുതിനയ്ക്ക് പകരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സവാളയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ എത്ര എടുത്തത് വെച്ചാൽ അതിനനുസരിച്ചുള്ള അളവ് പൊടികൾ ചേർക്കണേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉപ്പ് അധികം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം നാരങ്ങ നീര് അതോട് യോജിപ്പിച്ചിട്ട് കറിവേപ്പില, ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കട്ടെ. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു കേട്ടോ. നമുക്കതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയും കൂടെ കുക്ക് ചെയ്യാനുണ്ട്. നമ്മളൊരു 80% മാത്രമല്ലേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയോടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ബാക്കി കൂടെ കുക്ക് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വരട്ടെ. കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കരിവേപ്പില, തക്കാളി സോസ്, പിന്നെ പച്ച വെളിച്ചെണ്ണ. നമ്മൾ തക്കാളി സോസ് ഒഴിക്കുമ്പോഴാണ് ചിക്കൻ കടയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പച്ച വെളിച്ചെണ്ണേൻ്റെ ഗുണം നമുക്ക് അറിയാമല്ലോ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. കരിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല സ്മെല്ല്. ലാവി വറക്കുന്ന നല്ല ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക.